നിങ്ങളെ 27 കോടി എങ്ങനെയുണ്ട്? വെള്ളത്തിലായില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല നിങ്ങൾ 27 കോടി വെള്ളത്തിലാണ്. ഒരു കളി എന്താണ് സ്റ്റേജില് സ്റ്റെമ്പിങ് മൂപ്പര് പഠിച്ചിട്ടില്ല. സ്റ്റെമ്പിങ് എന്ന് പറഞ്ഞാല് അത് കാലുമ്മ കൊണ്ടുവന്ന ബോളാണ്. അത് അത്ര എളുപ്പത്തിൽ പിടിക്കാൻ പറ്റില്ല. നേരത്തെ വിക്കറ്റ് ഒക്കെ പോയിന്നെങ്കിൽ ഉണ്ടല്ലോ. അതാണ് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പലരും പറയണത്. പന്ത് ഇന്നലെ കളിച്ച ഡൽഹിക്ക് വേണ്ടിട്ടാണ്. അങ്ങനെ കളിച്ച ഞങ്ങൾക്കും അങ്ങനെ തോന്നി. അല്ല ഈ ചങ്ങായി ഇപ്പൊ ഞങ്ങളുടെ ടീമിൽ നിന്ന് പോയിട്ടില്ല. അങ്ങനെ ഒരു കളി എന്താ ഞങ്ങളെ ചെക്കന്റെ ബോള് കണ്ട എന്തത്ത് ബോള് ആരെ ബോള് നല്ല പള്ളർച്ച കിട്ടി. മറ്റേ പൂറന്റെ അടുത്തും മറ്റേ നമ്മളെ മാർഷിന്റെ അടുത്തും ബോളിലെ ചെങ്ങായി ഡക്കെ വെറുതെ 27 കോടി കൊടുത്തുകൊണ്ട് വന്ന് 0 ഔട്ടായി പോയി. പിന്നെ ഹിറ്റ്മാൻ വരെ ഡക്കായി. അതിന് മുമ്പത്തെ കളി ആ ചങ്ങായി എപ്പോഴും ഡക്ക് തന്നെയല്ലേ. സൂപ്പർ കളി. ഹിറ്റ്മാന് പഠിക്കുക ഹിറ്റ്മാന് പഠിച്ചു കഴിഞ്ഞാൽ ഉസാറാവും. വേറെ കാര്യം 0 ഇങ്ങനെ ഔട്ടാവുക അതൊന്നുമില്ല. ഞങ്ങളെ ചെക്കന്മാര് നിങ്ങളിങ്ങനെ അടിച്ചിങ്ങനെ വരേനു. അപ്പൊ ഞങ്ങള് സ്റ്റാർക്കിനെ ഇറക്കി. വളർച്ച കിട്ടിയിരിക്കണം. അത് നോക്കണ്ട. ഞങ്ങള് ക്യാപ്റ്റൻ ഔട്ടാക്കിയാണ് വലിയ വർത്തമാനം പറഞ്ഞു. അതിന്റെ പൂറിന്റെ കിട്ടേണ്ട കിട്ടൽ നിങ്ങൾക്ക് എല്ലാവരും കിട്ടി. അത് ഞങ്ങള് അതിനനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റി ബൗളേഴ്സിനെ മാറ്റി വീണ്ടും സ്റ്റാർക്കിനെ കൊടുത്തു. നിങ്ങൾ എത്ര വിക്കറ്റിനെ ജയിച്ചു? അതാണ് പറഞ്ഞത്. എന്തോ ഭാഗ്യത്തിന് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞങ്ങൾ ഇങ്ങനെ 3 വിക്കറ്റ് പോയി. പിന്നെ വേണ്ടി ഞങ്ങൾക്ക് ആ 3 വിക്കറ്റിൽ തന്നെ വലിയ കിട്ടലാണ്. കാരണം ഞങ്ങളെ പ്രധാനപ്പെട്ട ഫാസ്റ്റ് ബോളർമാരൊന്നും ഇല്ല. ഞങ്ങൾ സ്റ്റെപ്സ് ഇങ്ങനെ നിൽക്കരുത്. അപ്പൊ സ്റ്റെപ്സിനെ ഔട്ടാക്കിയപ്പോ ആഘോഷിക്കണേ. എന്താണ് കഴിഞ്ഞു കളി കഴിഞ്ഞു. അപ്പൊ ഞങ്ങളെ വിപ്രാജ് വന്ന് എന്തോ ലക്കിന് 4 അടി ഉണ്ട്. നിങ്ങൾ ഞങ്ങൾ ടീമിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ച അസ്ത്രങ്ങളാണ് ഇറക്കി വിട്ടു. ഞങ്ങളെ ഫാസ്റ്റ് ബോളർമാര് മായങ്ക യാദവും വരൊന്നും ഇല്ലായിട്ട് നിങ്ങൾ ജയിച്ച് അത്ര കൂട്ടിക്കോളി. ഞങ്ങളെ മെയിൻ ബോളർമാരുണ്ടെങ്കിൽ നിങ്ങൾ പെടുമായിരുന്നു. ഇത് ഞങ്ങൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ബോളിംഗ് ആയിട്ട് ഇങ്ങനെ വന്നപ്പോ ഞങ്ങൾ അടിച്ച് ജയിച്ചു. വീണ്ടും ആഘോഷിക്കണേ. അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഉറങ്ങിക്കെടുക്കുന്ന സിംഹം ഉണർന്നില്ലേ? എന്ത് ആശുതോഷ് എന്തൊരടിയാണ്. ജയിച്ചിട്ടാണ് ഈ പറഞ്ഞത്. ആ സ്റ്റംപിംഗ് ഒക്കെ മിസ്സായി. അത് പന്ത് നിങ്ങളെ മിസ്റ്റേക്ക് അല്ലേ. ഞങ്ങൾ എന്തൊരു കളിയാണ് കളിച്ചത്. അവസാനം നിങ്ങൾ ജയിച്ചു എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നിടത്തുനിന്ന് ഞങ്ങൾ നിങ്ങളെ കളി തട്ടിയെടുത്തു. സൂപ്പറായിട്ട് ജയിച്ചു. 6 അവസാനമായിട്ട് 6 ആണ് അടിച്ചുകൊണ്ട് ജയിച്ചു. എന്ത് സിമ്പിളാക്കി. ഞങ്ങൾക്ക് ഇതൊന്നൊരു വിഷയമല്ല. ഇപ്പൊ ഞങ്ങൾ ബൗളർമാർ വന്നാൽ ഞങ്ങൾ തിരിച്ചു പിടിക്കും. നിങ്ങൾ ടീമിന്റെ കഥ പിന്നെന്താ ഏത് പ്രതിസന്ധി തിരിച്ചു വരാൻ പറ്റും. എന്തോ ഭാഗ്യത്തിന് ലക്കിന് എന്തൊക്കെ നിങ്ങൾ തോറ്റക്കല്ലേ വെറുതെ വർത്താനം പറയണ്ട. ഞങ്ങൾ എന്ന് പറഞ്ഞാല് സൂപ്പറായിട്ട് ഞങ്ങളെ ക്യാപ്റ്റൻ നന്നായിട്ട് ക്യാപ്റ്റൻസി ചെയ്തു. പിന്നെന്താണ് ഓപ്പണിങ് ഫെയിൽ ആയാലും മിഡിൽ ഓർഡർ അങ്ങോട്ട് ലാസ്റ്റ് വരെ എല്ലാവരും നന്നായിട്ട് കളിച്ചു. ഷോട്ടുകൾ അടിച്ചു. അതൊക്കെ ഇങ്ങനെ ആ സാഹചര്യത്തിനനുസരിച്ച് പ്രഷർ ഡീൽ ചെയ്ത് അടിപൊളിയായിട്ട് അടിച്ച് ജയിച്ചു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയണ്ട? ഞങ്ങൾക്കൊന്നും പറയില്ല. നിങ്ങൾ ലെക്കിന് ജയിച്ചു. അത്ര ഞങ്ങളെ പങ്കരങ്ങളൊന്നും കൊണ്ടുപോയി തരുമോ?